അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. CBSE ഗ്രേഡ് 10-ലെ അറബി ഗ്രാമറുമായി ബന്ധപ്പെട്ട ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്കറിയാം, ഓരോ ചാപ്റ്ററും 20 ചാപ്റ്റർ ഉള്ളത്. ഓരോ ചാപ്റ്ററും ഓരോ ഗ്രാമറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിലെ സെന്റൻസുകളൊക്കെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാമർ എന്നുള്ളത് വേർബൽ സെന്റൻസ് ആണ്. നമുക്കിന്ന് വേർബൽ സെന്റൻസുമായുള്ള ഡിസ്കഷൻ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും സെന്റൻസ് എന്ന് പറയുന്ന സമയത്ത് 2 ടൈപ്സ് ഓഫ് സെന്റൻസ് ഉണ്ട് നമുക്കറിയാം. വേർബൽ സെന്റൻസ് ആൻഡ് നോമിനൽ സെന്റൻസ്. അൽ ജുംലത്തുൽ ഇസ്മിയ വൽ ജുംലത്തുൽ ഫിലിയ. ഇതിൽ അൽ ജുംലത്തുൽ ഇസ്മിയുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ 9th കഴിഞ്ഞതുകൊണ്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷനെ കുറിച്ച് നമുക്ക് 10th പ്രതീക്ഷിക്കേണ്ട. എന്നാലും അതുമായി ബന്ധപ്പെട്ട സെന്റൻസുകൾ തന്ന് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഗ്രാമർ എക്സ്പ്ലനേഷന്റെ 5 മാർക്കിനുള്ള ഗ്രാമർ എക്സ്പ്ലനേഷന് നമുക്ക് അൽ ജുംലത്തുൽ ഫിലിയ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ അത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 5 മാർക്കിന്റെ ചോദ്യം വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ എഴുതുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ ഒരു മെത്തേഡ്, സിസ്റ്റം, ഒരു ഓർഡർ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ വീഡിയോ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു സംഗതി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം തന്നെ കൃത്യമായിട്ട് നമുക്ക് അതിന് 5 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എങ്കിൽ പോലും അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു മെത്തേഡ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അൽ ജുംലത്തുൽ ഫിലിയ. അൽ ജുംലത്തുൽ ഫിലിയ എന്ന ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത്, ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് നല്ല ഏതൊരു ഗ്രാമർ വരുമ്പോഴും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, 1 മാർക്ക്, ശരിക്കും 5 മാർക്കാണുള്ളത്. അതിൽ 3 മാർക്ക് ഇതിന്റെ ഗ്രാമർ റൂൾസ് ആൻഡ് ഡെഫിനിഷൻ പറയുന്ന സമയത്ത്, 2 മാർക്സ് അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ എക്സാമ്പിളും പറയുന്നതിലാണ് എന്ന് 2 മാർക്ക് ഇതിന്റെ ഗ്രാമർ എക്സ്പ്ലനേഷൻ, ഇതിന്റെ എക്സാമ്പിൾ പറയുന്നതിലാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ പോലും നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ആ സംഗതിയെ പറയാം. 1 മാർക്ക് എന്തിൽ പോകുന്നു എന്നുള്ളതാണ്. 1 മാർക്ക് നമുക്കതിന്റെ ഡെഫിനിഷൻ പറയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ 1 മാർക്ക് കിട്ടുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, അറബിക്കിലൊന്നും എഴുതണമെന്നില്ല, ഇംഗ്ലീഷിൽ ബൈഹാർട്ട് ചെയ്ത് കൊണ്ടുപോയി എഴുതണമെന്നില്ല. നമ്മൾ എന്താണോ ആ ഒരു കൺസെപ്റ്റുമായി മനസ്സിലാക്കിയ കൺസെപ്റ്റ് നമ്മുടെ ഭാഷയിൽ സിമ്പിൾ ആയിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമുക്ക് ഇങ്ങനെ പറയാം: എ സെന്റൻസ് സ്റ്റാർട്ടഡ് വിത്ത് എ വേർബ്. എ സെന്റൻസ് started with a verb. ഒരു വേർബുമായി സ്റ്റാർട്ട് ചെയ്ത സെന്റൻസ് ആണ് അൽ ജുംലത്തുൽ ഫിലിയ എന്ന് എഴുതിയാൽ തന്നെ 1 മാർക്ക് അതുമായി ബന്ധപ്പെട്ട് കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ. അപ്പൊ ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഏതൊരു ഡെഫിനേഷൻ എഴുതുമ്പോഴും അതിന്റെ എക്സാമ്പിൾ ഒക്കെ എഴുതി കൊടുക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് കതബ ത്വാലിബു കിതാബൻ എന്നൊരു സെന്റൻസ് നമ്മൾ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ അതുമായി ബന്ധപ്പെട്ടൊരു അതിന്റെ മീനിങ് കൊടുക്കാം. ദി സ്റ്റുഡന്റ് റോട്ട് എ ബുക്ക്. ഇതാണ് ആ സെന്റൻസിന്റെ മീനിങ്. അപ്പൊ മീനിങ് നമ്മൾ അവിടെ എന്തായിരുന്നു എഴുതി കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ ഒരു ഭംഗിയാണ്. അതിന്റെ ഒരു കുട്ടി ആ വിഷയവുമായി ബന്ധപ്പെട്ട നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല ഐഡിയ ഉണ്ട്, മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ അതിന് ഉപകരിക്കുന്ന ഒരു പ്ലസ് ആണത്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ എഴുതി അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതി ഇനി നമുക്ക് പോവേണ്ടത് അതിന്റെ റൂൾസുകളിലേക്കാണ്. അപ്പൊ ആദ്യം അതിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് സബ് ഹെഡിങ് ഇട്ട് കൊടുക്കാം. കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് കൊടുക്കാം. ഇതിൽ വേർബൽ സെന്റൻസ് വരുന്ന കോമ്പണൻസ് നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു സെന്റൻസ്, ഈ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യപ്പോഴും ഫീലിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് വരുന്ന കോമ്പണൻസ് ഫീൽ തന്നെയാണ്. ഫീൽ മീൻസ് വേർബാണ്. സെക്കൻഡ് വരുന്നത് ഫാഇലാണ്. ഓക്കെ, ഫാഇൽ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. ഇനി തേർഡ് വരുന്ന കോമ്പണന്റ് എന്നുള്ളത് മഫ്ഊലാണ്. ഓക്കെ, അത് ഒബ്ജക്റ്റ്. അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള കോമ്പണൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എഴുതി കൊടുക്കലിലൂടെ നമുക്കൊരു മാർക്ക് കിട്ടും.
കോമ്പണൻസ് പരിചയപ്പെടുത്തി കൊടുക്കലൂടെ. വെർബൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ് കോമ്പണൻസ് പരിചയപ്പെടുത്തി സ്ഥിതിക്ക് നമുക്ക് ആ കോമ്പണൻസ് നമുക്കൊരു സെന്റൻസിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ നേരത്തെ നമ്മൾ എഴുതിയ കതബ ത്വാലിബു കിതാബൻ എന്നൊരു സെന്റൻസ് നമ്മൾ എഴുതിയല്ലോ. ആ സെന്റൻസിൽ നമുക്ക് കോമ്പണൻസിനെ ഒന്ന് ക്ലിയർ ആക്കി മെൻഷൻ ചെയ്യാം. കതബ എന്നുള്ളത് ഫീൽ, ത്വാലിബു എന്നുള്ളത് ഫാഇലാണ്, കിതാബൻ എന്നുള്ളത് മഫ്ഊലാണ്. ഈ രീതിയിൽ അതിന്റെ കോമ്പണൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനും നമുക്ക് ഇവിടെ ആ ഒരു കോമ്പണൻസ് എന്നുള്ളത് ക്ലിയർ ആയി. ഇപ്പൊ 3 മാർക്കിന്റെ സംഗതി ആയിട്ടുണ്ട് അല്ലെ. ഡിഫൈൻ ചെയ്തു, എക്സാമ്പിൾ എഴുതി, അതിന്റെ കോമ്പണൻസ് വ്യക്തമാക്കി, 3 മാർക്ക് കിട്ടി. ഇനി നമുക്ക് ഇനി 2 മാർക്ക് അതിന്റെ പിന്നെ വരുന്നത് അതിന്റെ കോമ്പണൻസിന്റെ റൂൾസ് ആണ്. റൂൾസ് ഓഫ് കോമ്പണൻസ് സബ് ഹെഡിങ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് ആണ്, ഭംഗിയാണ്, വൃത്തിയാണ്. റൂൾസ് ഓഫ് കോമ്പണൻസ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യം ഫായിലിന് കൊടുക്കാം. ഇസ്മിനാണ് കാര്യമായിട്ട് ഒരു ഗ്രാമാറ്റിക്കൽ അല്ലെങ്കിൽ ഇറാബിന്റെ റോളൊക്കെ വരുന്നത്. ഫായിലിന്റെ നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ എപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഫായിലിന്റെ ലാസ്റ്റ് ഹർക്കത്ത് ഇറാബ് എന്ന് പറയും. അത് എപ്പോഴും ഇറ്റ് ഓൾവേസ് വിൽ ബി റഫ് ആയിരിക്കും. റഫ് മീൻസ് ലമ്മായിരിക്കും. എപ്പോ നോക്കുമ്പോഴും ഫായിലിന്റെ അവസാന ഹർക്കത്ത് ലമ്മായിരിക്കും, റഫ് ആയിരിക്കും. പിന്നെ കൊടുക്കേണ്ടത് മഫ്ഊലിന്റെ ലാസ്റ്റ് ഹർക്കത്ത് എന്തെന്നുള്ളതാണ്. മഫ്ഊലിന്റെ ലാസ്റ്റ് ഹർക്കത്ത് നോക്കുമ്പോൾ എപ്പോഴും കാണുന്നത് അത് ഫത്ഹ ആയിരിക്കും. അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ടത് ഇറാബ് ഓഫ് മഫ്ഊൽ ഷുഡ് ബി നസ്ബ്, അല്ലെങ്കിൽ ലാസ്റ്റ് ഹർക്കത്ത് ഓഫ് മഫ്ഊൽ വിൽ ബി ഫത്ഹ് എന്ന് കൊടുക്കാം. ഓക്കെ, നസ്ബാണ് മഫ്ഊലിന്റെ ലാസ്റ്റ് ഹർക്കത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിനുള്ള കാര്യങ്ങളായി കണ്ടന്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്ര എഴുതി കൊടുത്താൽ അതിന്റെ ഏകദേശം 5 മാർക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതൊരു സ്റ്റെപ്പാണ്, നല്ല വൃത്തിയുള്ള സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, മാർക്കുകളൊക്കെ അതിന്റെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.